സോ ഹലോ വൈസ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. Guys, ഇന്ന് വന്നിട്ടുള്ളത് കേരളത്തിൽ, അതായത് മലയാളത്തിൽ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള 3 ഗെയിമുകളെ പരിചയപ്പെടുത്താനാണ്. പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്ന മൊബൈലിൽ കളിക്കാൻ പറ്റിയ ബെസ്റ്റ് ഗെയിമുകളായിട്ടുള്ള അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള, അതായത് ആരും ഇതുവരെയായിട്ട് അങ്ങനെ കളിച്ചിട്ടില്ലാത്ത, സോ കുറച്ച് ആൾക്കാർ മാത്രമേ അത് കളിച്ചിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ഗെയിമുകളെ പരിചയപ്പെടുത്തുന്ന സീരീസിലെ പാർട്ട് 1 ആണ് നമ്മളിതിൽ സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത്. 3 ഗെയിമുകളാണ്. ഇതിൽ ലാസ്റ്റ് വരുന്ന ഗെയിം എന്തായാലും നിങ്ങൾ മിസ് ചെയ്ത്, അത്രക്കും ബെസ്റ്റ് ഗെയിമാണ്. സോ നല്ലൊരു സ്റ്റോറി മോഡ് ഗെയിമാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഓരോ ഗെയിമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, പിന്നെ അതിൻ്റെ കളിച്ചതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറയും. സോ വീഡിയോയിലോട്ട് നമ്മുടെ ലിസ്റ്റിൽ നമ്പർ 3 ആയിട്ട് വരുന്ന ഗെയിമാണ് ദ വാക്കിംഗ് സോംബി 2. സോ ഇത് കേരളത്തിൽ അധികം ആൾക്കാരും കളിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, ബട്ട് ഇത് അണ്ടർ റേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. സോ ഇതിൻ്റെ ഡെവലപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ആൽഡ ഗെയിംസ് എന്ന് പറയുന്ന സ്റ്റുഡിയോസാണ്. ഇത് ആൻഡ്രോയിഡിൽ 2019 റിലീസായിട്ടുള്ള ഗെയിമാണ്. സോ ഗെയിമിൻ്റെ സൈസ് വരുന്നത് 100ൻ്റെ മുകളിലാണ് വരുന്നത്. സോ പ്ലേ സ്റ്റോറിൽ 100ൻ്റെ അടിയിൽ 100ഒക്കെയാണ്. അതിന് അഡീഷണലായിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. സോ ഇത് ഫ്രീ ആയിട്ടുള്ള ഗെയിമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സോ ഇതൊരു സ്റ്റോറി തീമിലുള്ള ഗെയിമാണ്. അതായത് നമ്മുടെ ക്യാരക്ടർ സോംബി വൈറസ് ഉള്ളൊരു ലോകത്ത് ജനിക്കുന്നൊരു ക്യാരക്ടറായിട്ടാണ് വരുന്നത്. സോ നമ്മൾ സോംബികളുണ്ട് കുറേ അധികം സോംബികൾ, ബോസ്, അതേപോലെ തന്നെ ഈ ഗാങ്സ്റ്റേഴ്സ്, അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുക, അതൊക്കെയാണ് ഈ ഗെയിമിൽ ചെയ്ത് സർവൈവ് ചെയ്യുക, മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുക, വെപ്പൺസ് അപ്ഗ്രേഡ് ചെയ്യുക, ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് എക്സ്പ്ലോർ ചെയ്യുക. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ്. ഓഫ്ലൈനാണ്, തിരിച്ചൊരു ഓഫ്ലൈൻ ഗെയിമാണ്. സോ ഇത്രയുള്ള ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. സോ ഞാനിത് കളിച്ചു നോക്കി. സോ ഇത് ഞാൻ ഫുള്ളാക്കിയിട്ടില്ല. സോ ഒരു സ്റ്റോറി മോഡ് ഗെയിമാണ്. നല്ല അടിപൊളി കട്ട് സീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് തുടക്കം തന്നെ അങ്ങനത്തെ ഒരു സീനും ആയിട്ടാണ് വരുന്നത്. ഞാൻ പകുതി മുക്കാലും കളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ബോസിന് കുറേയൊക്കെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സൗണ്ട് എഫക്റ്റൊക്കെ അടിപൊളിയായിട്ട് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നെഗറ്റീവായിട്ട് പറയാമെന്ന് വെച്ചാൽ ഇതിൽ ആകെ ഉള്ളത് ആ ഒരു ഗ്രാഫിക്സിൻ്റെ പ്രശ്നമാണ്. ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഒരു വേറെ ടൈപ്പ് ഗ്രാഫിക്സാണ്. ബട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് കളിച്ച് കുറച്ച് ആകുമ്പോൾ ആ ഒരു ഗ്രാഫിക്സിനോട് നമ്മൾ ഇണങ്ങാം. നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്റ്റോറി മോഡിൽ ഇത് കൊണ്ടുപോകുന്നുണ്ട്. നല്ല മ്യൂസിക് ഒക്കെ ക്ലിയറാണ്. അതുപോലെ തന്നെ ഗെയിം കളിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ്. സോ വെടിയപ്പ്, ആ ഒരു തോക്ക് കൊണ്ട് ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതാണ്. സോ അഡിക്റ്റ് ആവാൻ ചാൻസ് കൂടുതലുണ്ട്. സോ നമ്മുടെ ലിസ്റ്റിൽ വരാൻ പോകുന്നത് രണ്ടാമത്തെ ഗെയിമാണ് ആംകിൻ വില്ലേജ്. സോ അതൊരു പി സി ഗെയിമിലുണ്ടായിരുന്നു. നമ്മളെ പി സിയിൽ മാത്രമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പാൽ വേൾഡ് എന്ന് പറയുന്നൊരു ഗെയിം. ആ ഗെയിമിൻ്റെ പക്ക കോപ്പി സാധനമാണെന്ന് തോന്നുന്നത്. സോ മൊബൈലുകളിലുള്ള. സോ ഇതിൻ്റെ ഏലിയോ ഗെയിംസ് കാരണം ആണ് ഇതിൻ്റെ ഡെവലപ്പേഴ്സ്. ഇത് റിലീസായത് 2025-ലാണ്. അതായത് ഇത് പുതിയൊരു ഗെയിമാണ്. അപ്പോൾ പകുതി ആൾക്കാർക്ക് അറിയാൻ ചാൻസ് കുറവായിരിക്കും. ഇതിൻ്റെ സൈസ് വരുന്നത് 600-850 ആ ഒരു ഇതിലാണ് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഇത് തികച്ചും ഫ്രീ ആയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് വേറൊരു പ്ലാനറ്റിലാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. സോ നമ്മളെ പ്ലെയർ, അതായത് നമ്മളെ ക്യാരക്ടർ ആദ്യം ഒരു ക്രാഷ് ലാൻഡിങ് കഴിഞ്ഞ് ഒരു അൺനോൺ പ്ലാനറ്റിലേക്ക് എത്തുന്നതാണ് നമ്മളെ തുടക്കമായി വരുന്നത്. അവിടെ കുറേ അമിക്കിൻസ് ഉണ്ടാവും. സോ അമിക്കിൻസ് പാൽ അങ്ങനെ എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. സോ എന്നാൽ മാജിക്കൽ ക്രിയേച്ചർ ഉണ്ടാവും. സോ ആ പേരിലുള്ള മാജിക്കൽ ക്രിയേച്ചർ അവയെ കളക്ട് ചെയ്യുക, ട്രെയിൻ ചെയ്യുക, ബാറ്റിൽ ചെയ്യുക. സോ അവരെ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ നമ്മുടെ ഒപ്പമാക്കുക. പെറ്റ് പോലെ. സോ പാൽ വേൾഡ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ കഴിയും. പിന്നെ നമ്മൾ ബേസ് ബിൽഡ് ചെയ്യണം. നമുക്ക് ഒരു 8 സ്പേസ് തന്നിട്ടുണ്ടാവും. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ക്വിസ്റ്റ് കംപ്ലീറ്റ് ആക്കുക, കുറേ മിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നല്ല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഗെയിമാണ്. സോ ഇത് ഞാൻ കളിച്ച് നോക്കിയിട്ട് എനിക്ക് ഗ്രാഫിക്സും കുഴപ്പമില്ല ഗൈസ്, ഒന്നും കുഴപ്പമില്ല ഗൈസ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗെയിം. എനിക്കായിട്ട് നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല. സോ
ഇത് പാൽ വേൾഡ് അങ്ങനത്തെ ഗെയിമൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർക്ക് പറ്റുന്ന ഗെയിമാണ്. സോ അതായത് റിയാലിറ്റിനോട് കുറച്ച് വിട്ടു നിൽക്കുന്ന, അതായത് ലോജിക്കിനോട് കുറച്ച് വിട്ടു നിൽക്കുന്ന ഒരു ഗെയിമാണ് ഗൈസ്. നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് വൺ ഗൈസ്. സോ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ അതായത് ലെങ്ത്തും കാര്യങ്ങളൊക്കെ കുറവായിട്ടായിരിക്കും നമ്മൾ ആദ്യത്തെ ഒരു പാർട്ടിൽ ഇടുന്നത്. സോ 3 ഗെയിമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനിയും ഗെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് ഇടുന്നതാണ്. സോ ചാനൽ പുതിയതാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കാണിക്കുക. സോ നമ്മുടെ ലാസ്റ്റ് എൻഡ്ലിങ് എക്സ്റ്റൻഷൻ ഈസ് ഫോർ എവർ എന്ന് പറയുന്ന വലിയൊരു പേരുള്ളൊരു ഗെയിമാണ് ഈ. സോ എൻഡ്ലിങ് ആണ് ഇതിൻ്റെ ഗെയിമിൻ്റെ പേര്. മറ്റേത് ഒരു ഇതാണ് 2022 ഇത് റിലീസായിട്ടുള്ളത്. സംഗതി എന്ന് പറഞ്ഞാൽ ഒരു സർവൈവൽ ഗെയിമാണ്, സർവൈവൽ അഡ്വഞ്ചർ ഗെയിമാണ്, സൈഡ് സ്ക്രോളിങ് ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിം എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. സോ ഇതിൻ്റെ തീം കാര്യങ്ങളൊക്കെ വരുന്നത്, സ്റ്റോറി കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഗെയിമിൽ നമ്മൾ മദർ ഫോക്സ് കയറും, അതായത് ഒരു അമ്മ കൊക്കനായിരിക്കും. അതാണ് നമ്മളെ മെയിൻ ക്യാരക്ടർ. സോ നമ്മൾ അതായിട്ടാണ് കളിക്കുന്നത്. അതായത് ഇതിലെ വില്ലന്മാരായിട്ട് വരുന്നത് മനുഷ്യരാണ്. മനുഷ്യരെ കുറേ പ്രവർത്തനങ്ങൾ കാരണം പ്രകൃതി നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കഥയാണ് ഇവർ പറയുന്നത്, നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. സോ ഇതിൽ അമ്മക്കൊർക്കൻ അവർക്കുണ്ടാവുന്ന 4 കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു. സോ 4 കുഞ്ഞുങ്ങളെ സർവൈവ് ചെയ്യാൻ വേണ്ടി സഹായിക്കണം. അതിന് ഭക്ഷണം കണ്ടെത്തണം, പിന്നെ അൺടൈസ്, പൊല്യൂഷൻസ്, ഫയർ പോലുള്ള കുറേ അപകടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് രക്ഷിക്കുക. ഓരോ ദിവസം കഴിയുമ്പോൾ വേൾഡ് ഭയങ്കരമായിട്ട് അപകടം കൂടിയിട്ട് വരും. കാരണം ഇതിൽ മനുഷ്യരെന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ഒരു ടൈപ്പാണ് കളിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ സൈസ് വരുന്നത് ആൻഡ്രോയിഡിൽ വരുന്നത് അറൗണ്ട് 2 GB ആണ്. ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം 3 GB ആകും. സോ ഗെയിം പെയ്ഡാണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങൾ വരുന്നത് 850, 900 ആ ഒരു റേഞ്ചിലാണ്. സോ ഇത് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ഗെയിം നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് റിയൽ വേൾഡ് എൻവയോൺമെൻറ്റ് പ്രോബ്ലം കാണിക്കാനാണ് ഈ ഗെയിം ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. സോ ഇത് ഞാൻ കളിച്ചു നോക്കി. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഗൈസ്. ഇത് ഞാൻ കളിച്ചു നോക്കി, സെറ്റ് ഗെയിമാണ്. സോ ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ്, മ്യൂസിക് എല്ലാം ഒന്നിനൊന്നിനും മെച്ചാണ് ഗൈസ്. ഓരോരോ സീൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് അവർ കൊണ്ടുപോയിട്ടുള്ളത്. നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഫോക്സായിട്ട് ഒരു തീ പിടിച്ച ഒരു ഫോറസ്റ്റ് ഉണ്ടാവും. ആ തീ പിടിച്ച ഫോറസ്റ്റിലൂടെ നടക്കുകയാണ്. സോ അതിൽ കുറേ അധികം സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയായിട്ടുള്ള. നമ്മൾ നടന്ന് നമ്മളൊരു ബേസ് കണ്ടെത്തുന്നത്. ആ ബേസിലിട്ട് നമ്മൾ കയറുന്നതും നമ്മൾ അവിടെ വെച്ചിട്ടാണ് ആ അമ്മ ഫോക്സ് പ്രസവിക്കുന്നത്. സോ അതിൽ 4 കുഞ്ഞുങ്ങളുണ്ടാവും. ബട്ട് അതിലൊരു കുഞ്ഞിനെ ഒരു മനുഷ്യരെടുത്തുകൊണ്ട് കൊണ്ടുപോകും. എങ്ങനെ വെച്ചാൽ അതാ ഗെയിം കളിക്കുമ്പോൾ മനസ്സിലാവും ഗൈസ്. പിന്നെ ഞാൻ കളിച്ച് അതിൽ 3 കുഞ്ഞാണ് ടോട്ടലായിട്ടുള്ളത്. അതിലൊരു കുഞ്ഞ് ഡെഡായി പോകുന്നുണ്ട് ഭക്ഷണം കിട്ടാതെ. അത് ഇനി സ്റ്റോറിയിലുള്ളതാണോ, അത് ഞാൻ എൻ്റെ കയ്യബദ്ധം കാരണം പോയതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് അടിപൊളിയായിട്ടുള്ള ഗെയിമാണ്. സോ മനുഷ്യരെ നമുക്ക് കാണുമ്പോൾ പേടിയാവും ഗൈസ് ആ ഗെയിമിൽ. അതായത് അങ്ങനെയാണ് ആ മനുഷ്യരെ അതിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ആദ്യം തന്നെ പറയാം, ചാനൽ പുതിയതാണ്, പാർട്ട് 2 വരും. സോ വേറെ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.